അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. ഇവിടെ ഹോശേയയുടെ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈബിൾ തുറന്നു നോക്കുക, അല്ലെങ്കിൽ ഈ ലൈവ് ചാറ്റിലുള്ള ആരെങ്കിലും വചനം ഇടുന്നെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കുക. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. കം ആൻഡ് ലെറ്റ് us return to the Lord. ആ റിട്ടേൺ ടു ദ ലോർഡ് എന്നുള്ള മേഖലയിലാണ്, ആ ഒരു ഡിസിഷനിലാണ് റെസ്റ്റോറേഷൻ കിടക്കുന്നത്. ആ റിട്ടേൺ ടു ദ ലോർഡിലാണ് പുനർസ്ഥാപനം കിടക്കുന്നത്. ദൈവത്തിലേക്കുള്ള മടങ്ങിവരവിലാണ് റീബിൽഡിംഗ് നടക്കുന്നത്. താങ്ക് യു ലോർഡ് ജീസസ്. ഈ ഒരൊറ്റ ചുവട് നമ്മൾ വെക്കുമ്പോൾ, നിങ്ങൾ ഇനി ബൈബിൾ തുറക്കണം, ശ്രദ്ധിക്കണം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഈ ഒരൊറ്റ സ്റ്റെപ്പ്, ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളാണ്, ദൈവമല്ല, നമ്മളാണ്. പറയണം, ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത്, മാനസാന്തരപ്പെടേണ്ടത് ഞാനാ. ദൈവമല്ല മാനസാന്തരപ്പെടേണ്ടത്, ദൈവമല്ല രൂപാന്തരപ്പെടേണ്ടത്, ദൈവത്തിനല്ല മാറ്റം വരേണ്ടത്, എനിക്കാണ് മാറ്റം വരേണ്ടത്, എനിക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്, ഞാനാണ് മടങ്ങി വരേണ്ടത്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്താൽ സ്വർഗത്തിലെ ദൈവം ഇതാ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ 7 കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നു? 1, അവൻ സൗഖ്യമാക്കും. ഹോശേയയുടെ പ്രവചനം 6-ന്റെ 1-ാം വാക്യത്തിൽ കിടപ്പുണ്ട്, അവൻ സൗഖ്യമാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. 2, അവൻ മുറിവ് കെട്ടും. 2-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. 3, അവൻ നമ്മെ ജീവിപ്പിക്കും. 4, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന മഴയായി നമ്മുടെ അരികിൽ വരും. 7, പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. ഈ 7 കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്? ഈ 7 കാര്യങ്ങൾ ആരിലാണ് സംഭവിക്കുന്നത്? ഒറ്റ ഒരു തീരുമാനത്തിന്റെ മുമ്പിലാണ്, ഒറ്റ ഒരു ഡിസിഷന്റെ മുമ്പിലാണ് ഈ 7 കാര്യങ്ങൾ നടക്കുന്നത്. ഏതാണ് ആ ഡിസിഷൻ? ദൈവത്തിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. എൻ്റെ കാതുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ലൈഫ് അതിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടുക. അതിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ ഇതാ ദൈവം എനിക്ക് വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഒരു ചുവട് വെക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി 7 ചുവട് വെക്കുന്നു.